സാറിൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ നാട്ടിൽ കൂടുതൽ ആൾക്കാർ ഈ ബയോ ഹാക്കിങ്ങിലോട്ട് എന്നുവെച്ചാൽ ഒരു ബയോ ഹാക്കിംഗ് എന്ന് മാത്രമല്ല പൊതുവേ ആരോഗ്യം അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് ഹെൽത്തിലോട്ടൊന്നും പൊതുവേ ശ്രദ്ധിക്കാത്തതിൻ്റെ ഒരു റീസൺ സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താണ്? മെയിൻലി എനിക്ക് തോന്നുന്നു അവയർനെസ് ഇല്ലായ്മയാണ്. കാരണം നമ്മളിപ്പോഴും നമ്മുടെ നാട്ടിൽ ആരോഗ്യം എന്ന് പറയുന്ന ഡോക്ടറോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറയുന്ന ഒരു അവസ്ഥയാണല്ലോ വരുന്നത്. ഇപ്പം നമ്മൾ വിശാഖ ഇപ്പോൾ ഇവിടെയാണ്, ഇവിടെ ഇപ്പം എത്ര മാസമായി വന്നിട്ട്? ഏകദേശം ഒരു 1 year ആയി. ഇപ്പം നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ആംഗിളും വ്യത്യാസം മനസ്സിലായില്ലേ? എൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും. ശരിക്കും മനസ്സിലായ 1-2 കാര്യം പറയാമോ? ശരിക്കും മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു അസറ്റായിട്ട് കാണുന്നത് ഹെൽത്തിനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ. പക്ഷേ അതിനുവേണ്ടി അവർ തന്നെ മെനക്കെടാൻ തയ്യാറാണ്. അതിനുവേണ്ടി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാണ്. അതുപോലെ സമയവും സ്പെൻഡ് ചെയ്യണം. പൈസ മാത്രമല്ലല്ലോ, അതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പം ഇത് ബേസിക്കലി ഇത് US പോലുള്ളൊരു ഇത്രയും കാലം ഗ്രോണപ്പ് ആയിട്ടുള്ളൊരു മാർക്കറ്റ് ആയതുകൊണ്ട് ആ അവയർനെസ് ഉള്ളതുകൊണ്ട് സംഭവിക്കുന്നതാണ്. നമ്മളോട് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞാൽ അവയർനെസ്സിൻ്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇപ്പം നമ്മളിപ്പം 3 ദിവസമായിട്ട് ഇവിടെ ബയോ ഹാക്കിംഗ് കോൺഫറൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 3,000-ഓളം ആൾക്കാർ. എനിക്ക് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എത്രയാണ്? $2,500 അല്ലേ? $2,500 ആണ് ജനറൽ ടിക്കറ്റ്. VIP $5,000. ഇത്രയും പൈസ മുടക്കിയിട്ട് ആൾക്കാർ 3 ദിവസത്തേക്ക് വരുന്നു. താമസമൊന്നുമില്ല, ഇവിടെ അക്കോമഡേഷൻ ഒന്നും കൊടുത്തിട്ടല്ല. അവർ വന്ന് ജസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നു. ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പം ഞാനാണെങ്കിൽ ഇതിനകത്ത് പല ആൾക്കാരോടും നമ്മുടെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് പല ആൾക്കാരോടും സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഇവരൊക്കെ ഇൻസ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്ത് ടെക്നോളജിയാണ്, എന്ത് നോളജാണ് ഇവിടുന്ന് കിട്ടുക. ഇപ്പോൾ ഇവിടെ ഇത്ര എക്സിബിഷൻ സ്പേസ് ഒക്കെ ഉള്ളതുകൊണ്ടും പല ടൂൾസും മെത്തഡോളജികളും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നെല്ലാം അവർ നോക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ ബ്രെയിനിനെയും എൻ്റെ ബോഡിയെയും എൻ്റെ മൈൻഡിനെയും ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ഇതിനകത്ത് എന്താണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പം അത് ബേസിക്കലി അങ്ങനെ ഒരു ചിന്ത വരണം എന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദി ഞാനാണെന്നുള്ളത്. ആരോഗ്യം മാത്രമല്ല, വിജയം എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം ആൾക്കാർക്ക് പലർക്കും ആരോഗ്യവും മറ്റുള്ളതിനും തിരിച്ചു വെച്ചിട്ടുണ്ട്. ബേസിക്കലി ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യന് അവൻ്റെ ലൈഫിൽ നിലനിൽക്കണമെങ്കിൽ പോലും അവൻ അത്രയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബോഡിയും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള മൈൻഡും ആവശ്യമാണ്. കാരണം നമ്മളെക്കാൾ വേഗതയിൽ ഇപ്പം മൂവ് ചെയ്യുന്ന AI ആണ് നമുക്കുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അതിന് അപ്പുറത്തേക്ക് വേറെ പലരും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പം അത്രയും വേഗതയിൽ നമുക്ക് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കണം. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളൊരു വലിയ ഐഡിയ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ ഐഡിയ എക്സിക്യൂട്ട് ചെയ്ത് വേറെ 10 പേര് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അത്രയും വേഗതയിൽ മൂവ് ചെയ്യുന്ന ഒരു ബ്രെയിൻ, ഒരു എക്സിക്യൂഷൻ പവർ വളരെ ഫാസ്റ്റ് ആയിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എനർജറ്റിക് ആയിട്ടുള്ളൊരു ബോഡി ഉണ്ടാവണം. അത്ര ഷാർപ്പായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടാവണം. ഇത് ചുമ്മാ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ പഴയ കൺസെപ്റ്റൊക്കെ പോയി. പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ നല്ല ഭക്ഷണം കഴിച്ചാൽ മതി. എന്തെങ്കിലും നല്ല ഭക്ഷണം. ഇന്നത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ പറയുകയാണെങ്കിൽ എല്ലായിടത്തും കണക്ക് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല, ഇവിടെ അത് തന്നെയാണ്. ബേസിക്കലി ന്യൂട്രിയൻസ് എന്ന് പറയുന്ന സാധനം അതിനകത്തില്ല. സത്യമാണ്. എന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഫുഡ് കഴിക്കാമെന്ന് മാത്രമല്ല, ബോഡിക്ക് വേണ്ടി കഴിക്കാം. അല്ല, നമ്മുടെ ഹെൽത്തിന്റെ നീഡിന് വേണ്ടി നമുക്ക് കഴിക്കാം. മറ്റേ പഴംപൊരിയും ബീഫ് കറിയൊക്കെ കഴിച്ച് എൻജോയ്മെന്റിന് വേണ്ടി. പക്ഷേ ബേസിക്കലി നമുക്ക് ന്യൂട്രിയൻസ് വേണമെങ്കിൽ നമ്മുടെ ബ്രെയിനിന് ന്യൂട്രിയൻസ് വേണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അറിയാമല്ലോ, നിങ്ങളൊരു ന്യൂട്രീഷനിസ്റ്റ് ആണല്ലോ, 40% ന്യൂട്രിയൻസ് നമ്മുടെ ബ്രെയിൻ അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി അതുപോലുള്ള നമ്മൾ ടെക്നോളജി, അതിൻ്റെ ടെക്നിക്കുകൾ, അതിൻ്റെ മെത്തഡോളജികളും പ്രോസസ്സ് നമ്മൾ പഠിക്കണം, മനസ്സിലായി. അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നാട്ടിൽ അതിനെക്കുറിച്ച് അത്രമാത്രം ഡീപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ആൾക്കാർ കുറവാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റൈസപ്പ് പോലുള്ള പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കൂടുതൽ സമയവും ഈ ഒരു ആസ്പെക്റ്റ്, അതായത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനെയും ബോഡിയെയും ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാം. ഞാൻ ഹെൽത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തതെന്ന് വെച്ചാൽ എപ്പോഴും ഹെൽത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന അസുഖമില്ലാത്ത അവസ്ഥ എന്നാണ്. അസുഖമില്ലാത്ത അവസ്ഥയല്ല ആരോഗ്യം. ഞാൻ പറയുന്ന ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു 50 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ 50ാമത്തെ വയസ്സിലും എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഹെൽത്തി ആയിട്ടുള്ളൂ. എല്ലാത്തും ഉറങ്ങി തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ഹെൽത്തിനെ കുറിച്ച് സംസാരിക്കണം? അസുഖമൊന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല, അങ്ങനെയൊക്കെ പോകുന്നു. അതല്ല ഇന്ന് ആവശ്യം. ഇന്ന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഹൈലി എനർജറ്റിക് ആയിട്ട് ഹൈ പെർഫോമൻസിനെ മാത്രം ആവശ്യമുള്ള ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? തീർച്ചയായും. നിങ്ങളിപ്പോൾ US വന്നിട്ട് ഇപ്പോൾ 1 വർഷമായി. ഇവിടെ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, നിങ്ങളുടെ പെർഫോമൻസ് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങൾ മൈൻഡ് ചെയ്യുമോ? ഇല്ല, ഉറപ്പായിട്ട് മൈൻഡ് ചെയ്തില്ല. അത് മാത്രമല്ല, സത്യം പറഞ്ഞാൽ നാട്ടിൽ ഇതിനുള്ളൊരു ഇതിനെ അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളെ ഫേസ് ചെയ്ത് നാട്ടിൽ പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ മൂവ് ഓൺ ചെയ്തത്. സാറ് ഒരുപാട് ഏതാണ്ട് 20 വർഷത്തോളമായി ഈ മേഖലയിലുണ്ട്.
സാറ് ഫേസ് ചെയ്യുന്ന മെയിൻ തടസ്സങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു മേഖലയിൽ? ഇതെന്ന് വെച്ചാൽ സാറ് എനിക്ക് തോന്നുന്നു ഏഷ്യയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അംബാസിഡറായിട്ട് നിൽക്കുന്നു. നമ്മൾ സാറിനെ ഫോളോ ചെയ്താണ് ഞാനൊക്കെ ഈ ഒരു മേഖലയിലോട്ട് വന്നത്. വെച്ചാൽ ന്യൂട്രീഷൻ അതിനേക്കാൾ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് ഒരാളുടെ പെർഫോമൻസ് ന്യൂട്രീഷൻ മാത്രമല്ല, ഒരുപാട് ടെക്നോളജികൾ ഉപയോഗിച്ച് ഒരാളുടെ പെർഫോമൻസ് കൂട്ടാൻ പറ്റത്തുള്ളൂ മനസ്സിലാക്കിയാണ് സാറിനെയൊക്കെ ഫോളോ ചെയ്തിട്ട്, സാറിൻ്റെ വീഡിയോസൊക്കെ ഫോളോ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മേഖലയിലോട്ട് കുറച്ചുകൂടെ വൈഡായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ന്യൂട്രീഷൻ പറഞ്ഞു കൊടുത്തിട്ട് ഒരാളിൽ പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഒരാളെ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അവരെ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പോൾ അതിന് ഒരുപാട് ടെക്നോളജികളും മെത്തഡോളുകളും ഉണ്ട്. അപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് എക്സ്പോഷർ വേണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് മൂവ് ചെയ്തത്. വിശാഖ് പറയാൻ നമ്മളുടെ അവിടുത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇന്നും എൻ്റെ ആരോഗ്യവും എൻ്റെ പെർഫോമൻസും എൻ്റെ ഓവറോൾ എന്താ പറയുക ജീവിതത്തിനോടുള്ള നേട്ടം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡിയും ബ്രെയിനെയും ഒക്കെ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യണം എന്നുള്ളതും ഇതൊന്നും നമ്മുടെ കയ്യിലല്ല, നമ്മുടെ കരുതിക്കകത്തല്ല, നമുക്കിത് ചെയ്യാവുന്നതാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ കുറവാണ് നമ്മുടെ നാട്ടിൽ. അപ്പം പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞ പോലെയാണ്. ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചില ആൾക്കാർ പറഞ്ഞാൽ എന്നാൽ ഡോക്ടറോടും ചോദിക്കട്ടെ എന്ന് പറയും. ഈ ഡോക്ടർ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമാണ്. പക്ഷേ ഡോക്ടർ എപ്പോഴും ഡോക്ടേഴ്സ് ട്രെയിൻഡ് ആയിട്ടുള്ളത് ഡിസീസുകളെ മനസ്സിലാക്കുവാനും ഡിസീസുകളെ ക്യൂർ ചെയ്യുവാനുമാണ്. അതായത് എൻ്റെ പെർഫോമൻസ് കൂട്ടാനായിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ് എനിക്ക് ഡോക്ടർ ഇപ്പം ഡിസിഷൻ എടുക്കാനായിട്ട് സാധാരണ ഇതിൽ പണ്ടെടുക്കുന്ന പോലത്തെ ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഴയ പോലെ റിസ്ക് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറയാൻ മരുന്ന് എഴുതരുമോ? ഒന്നും ചെയ്യാൻ അവിടെ നമ്മൾ തന്നെ വർക്ക് ചെയ്ത ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പറയും. സോ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഈ അവയർനെസ് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇപ്പോൾ വിശാഖിനെ പോലൊക്കെ US വന്ന എക്സ്പോഷറുള്ള ആൾക്കാർ, ഞാൻ പറയുന്നത് നിങ്ങൾ യൂട്യൂബിൽ കൂടിയൊക്കെ ഇത് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്ന ഇന്ത്യയിൽ ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇന്ന് അതിവേഗതയിൽ കുതിച്ചു പായുന്ന ഒരു എക്കോണമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അമേരിക്കയൊക്കെ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ ഒരു സ്റ്റാഗ്നേറ്റഡ് എക്കോണമി അല്ലേ, ഒരു പീക്ക് അവിടെ എത്തി നിൽക്കുന്നത്. മറ്റത് കുതിച്ചു പായുന്ന ഒരു എക്കോണമിയാണ്. ഏതൊരു വ്യക്തിക്കും എവിടെ വേണമെങ്കിൽ എത്താൻ പറ്റുന്ന പോസിബിലിറ്റികളുണ്ട്. ആ കൂടി വേണ്ട നിങ്ങളുടെ ബോഡിയും ബ്രെയിനും മൈൻഡും അതിനെ സപ്പോർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. അതിനുള്ള സയൻസ് 5 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കോൺഫറൻസിനകത്താണെങ്കിലും സയന്റിസ്റ്റുകൾ വല്ലതും പറഞ്ഞാൽ ഒരു 5 വർഷം മുമ്പ് പോലും നമ്മുടെ ഇങ്ങനത്തെ ടെക്നോളജികൾ ഇല്ല. ഇന്ന് ടെക്നോളജികൾ അവൈലബിൾ ആണ്. ഇന്ന് മെത്തഡോളജികൾ, ടൂൾസ് ഇതൊക്കെ അവൈലബിൾ ആണ്. ഇത് മനസ്സിലാക്കാനും ഇത് ഉപയോഗിച്ച് എങ്ങനെ എൻ്റെ ബോഡിയെയും എൻ്റെ ബ്രെയിനെയും മൈൻഡിനെയും ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള വില്ലിങ്നെസ്സും അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവും. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഏതൊരാൾക്കും എന്തും നേടാവുന്ന ഒരു സമയമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അല്ല, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിലുള്ള ഒരുപാട് ക്ലയൻസിൻ്റെ അടുത്ത് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഇതിവരെ പറഞ്ഞ് മനസ്സിലാക്കൽ തന്നെയാണ് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ എടുക്കുന്ന ഒരു ചലഞ്ച്. എന്ന് വെച്ചാൽ നമ്മളുടെ ടൈം ഏറ്റവും കൂടുതൽ പോകുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുക. അവരിതിൽ ട്രസ്റ്റോട് കൂടി ചെയ്യുന്നത് വളരെ കുറവാണ്. എന്ന് വെച്ചാൽ ഒരു 10% താഴെയാണ് ആ ട്രസ്റ്റോട്. എന്ന് വെച്ചാൽ നമ്മളെ അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും ഈ ഫീൽഡിൽ ഇത്രയും നാളായിട്ട് ഉണ്ടായതുകൊണ്ടും മാത്രം അവർ ജസ്റ്റ് ഒന്ന് വിശ്വസിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇങ്ങനെ ഒരു വേൾഡ് ഉണ്ടെന്നും പോലും പലർക്കും അറിയില്ല. അതൊരു വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഇപ്പം നിങ്ങളിവിടെ വന്നപ്പോഴാണ് നിങ്ങൾ ഈ രോഗം കാണുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ എത്ര ആൾക്കാർക്ക് അറിയാം ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ്, അതായത് മനുഷ്യൻ്റെ പെർഫോമൻസിനെയും മനുഷ്യൻ്റെ ഓവറോൾ അയാളുടെ കപ്പാസിറ്റിയെയും ഓരോ വ്യക്തികളുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നിന്റെ കപ്പാസിറ്റി ഇത്രേ ഉള്ളൂ എന്ന് പറയുന്നത്, ആ കപ്പാസിറ്റിയെയും പെർഫോമൻസിനെയും എൻഹാൻസ് ചെയ്യാനുള്ള ഇത്രയും സയൻറ്റിഫിക് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടെന്നുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ അറിയാം. അതിനുള്ള എക്സ്പോഷർ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം ഞങ്ങൾ ദുബായിൽ ഇപ്പോൾ വേൾഡ് ബയോഹാക്ക് സമ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത് തന്നെ ഈ അവയർനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ്. കാരണം ഇപ്പം ഇവിടെ ബയോ ഹാക്കിംഗ് കോൺഫറൻസ് 13 വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് US. ഇത് 13ാമത്തെ വർഷമാണ്. നമ്മുടെ നാട്ടിൽ ഇവൻ മിഡിൽ ഈസ്റ്റ്, ഏഷ്യയിൽ പോലും, കേരളം വിട്ടേക്ക്, ഇന്ത്യ വിട്ടേക്ക്, അവിടെ പോലും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആയിട്ടില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ വേൾഡ് ബയോഹാക്ക് സമ്മിറ്റ് നടത്തുന്നത് തന്നെ. പക്ഷേ ഇത് മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ വളരെ ആവശ്യമാണ്. കാരണം നമ്മുടെ രാജ്യം കുതിച്ചു കയറുന്ന ആ കയറ്റത്തിനിടയ്ക്ക് ഓരോരുത്തർക്കും അവനവൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവൻ്റെ ലൈഫിൻ്റെ ബെസ്റ്റ് ഡിറൈവ് ചെയ്യാനുള്ളൊരു സമയമായിരുന്നു. ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിനെയും ബോഡിയും ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. അല്ല, സാറിനെ സംബന്ധിച്ച് സാറിനെ പോലുള്ള ഒരാൾ ഇത്രയും സ്ട്രഗിൾ ചെയ്തിട്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്ത് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ഇത് ആൾക്കാർ എടുക്കുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ പഠിക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് എടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തന്നെയാണെങ്കിൽ നമ്മുടെ വീറൂട്ട്സിൻ്റെ ബയോഹാക്ക് സെൻറ്റർ കൊച്ചിയിലുണ്ടല്ലോ, നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലും ആ മൂവ്മെൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ വീറൂട്ട്സിൻ്റെ ബയോഹാക്ക് സെൻറ്റർ കൊച്ചിയിലുണ്ടല്ലോ. ബയോഹാക്ക് സെൻറ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ വെൽത്ത് റിട്രീറ്റ് എന്നുള്ള പേരിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. റിട്രീറ്റ് ഇത് തന്നെയാണ്,
ബോഡിയെയും ബ്രെയിനിനെയും മൈൻഡിനെയും ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഓരോ മാസവും ഏകദേശം 20ഓളം ആൾക്കാർ ആ റിട്രീറ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ആന്റർപ്രന്യൂഴ്സ് ആയിട്ടുള്ളവർ, എംപ്ലോയീസ് ആയിട്ടുള്ളവർ, പല മേഖല ഹൗസ് വൈഫ്സ് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി ആക്ച്വലി ഇന്നത്തെ കാലത്ത് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ നേടണമെന്നുണ്ടെങ്കിൽ ഇതിനെയും ബോഡിയെയും ഒക്കെ ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാതെ രക്ഷയില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. പഴയ കാലത്തെ പോലെ മൈൻഡ് പവർ ടെക്നിക്കും മൈൻഡ് മാസ്റ്ററി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ അവയർനെസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉള്ള കാലത്ത് അവയർനെസ് വളരെയധികം കൂടുന്നുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, സാറ് ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് എനിക്ക് ഒരുപാട് സപ്ലിമെൻറ്റ്സുകൾ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെ പല ആൾക്കാരും സപ്ലിമെൻറ്റ്സ് എന്താണെന്ന് അറിയില്ല, പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇപ്പോഴും പ്രോട്ടീൻ ഉപയോഗിച്ചാൽ കിഡ്നി അടിച്ചു പോകുന്ന ആ ഒരു രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഭയങ്കരമായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ചാണ്. എന്ന് വെച്ചാൽ ഇതൊക്കെ എന്തിനാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം. ബേസിക്കലി എനിക്ക് തോന്നുന്നു ഇതുപോലുള്ള കോൺഫറൻസുകളും സമ്മിറ്റുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ. ഇങ്ങനെയുള്ളത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ ഈ ന്യൂട്രീഷനിസ്റ്റുകളും അതേപോലെ പ്രൊഫഷണൽ ഈ വെൽനസ് പ്രാക്ടീഷണേഴ്സും ഒക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഇത്തരത്തിലുള്ള കോൺഫറൻസുകൾ പങ്കെടുക്കണം. പിന്നെ അതിന് വേറൊരു വശം കൂടെ ഉണ്ട്. ഇപ്പം വിശാഖ് ഈ പ്രോഗ്രാം അറ്റൻഡ് $5,000 മുടക്കിയിട്ടാണ് അല്ലേ? തീർച്ചയായിട്ടും. എന്ന് പറയുമ്പോൾ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ളവരും സ്വന്തം അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആവണം. അവർക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അവർക്ക് അടുത്ത തലങ്ങളിലേക്ക് അവരുടെ ക്ലയൻസിനെ എത്തിക്കാൻ സഹായിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അപ്ഗ്രേഡ് ചെയ്തേ പറ്റൂ. നമ്മുടെ നാട്ടിൽ എത്ര പേര് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അത് ആ ഒരു മൈൻഡ് സെറ്റും കൂടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതും കൂടെ വന്നു കഴിഞ്ഞാൽ സീനൊക്കെ മാറും. ഓക്കെ. അപ്പോൾ വിശാഖ് ന്യൂട്രീഷനിസ്റ്റ് എന്നുള്ള ഉപരി വെൽനസ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. നമ്മളുടെ വി റൂട്ട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നു കുറേ കാലം. അതിനുശേഷം US വന്നു. ഇന്നിപ്പോൾ US കഴിഞ്ഞ 1 വർഷമായിട്ട് ന്യൂട്രീഷനിസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു, വളരെ സക്സസ്ഫുൾ ആയിട്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പല കാര്യങ്ങളും പഠിക്കാൻ പറ്റുന്ന ഒരാളാണ് വിശാഖ്. സോ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ സാർ.